മേക്ക് ഹിന്ദി ഈസിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പൊ ഇന്നലത്തെ വീഡിയോയിലെ എൻഡിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു പാസ്റ്റ് ടെൻസിനെ കുറിച്ചുള്ള, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പാസ്റ്റ് ടെൻസിനെ ഹിന്ദിയിൽ ഭൂതകാൽ എന്നാണ് പറയുന്നത്. പാസ്റ്റ് ടെൻസ്, ഭൂതകാൽ, ഭൂതകാലം. ഇനി എന്താണ് ഭൂതകാലം? കഴിഞ്ഞുപോയ കാര്യത്തെ ആണ് നമ്മൾ ഭൂതകാലത്തിൽ പറയുന്നത്. ഒരു കാര്യം നമ്മൾ ചെയ്തു അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിച്ചു, ഇതിനെ നമ്മൾ പാസ്റ്റ് ടെൻസിലാക്കിയാണ് സംസാരിക്കാറുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യത്തെ നമുക്ക് രണ്ട് തരത്തിൽ പറയാം, അതായത് അകർമ്മ ക്രിയ എന്നും സകർമ്മ ക്രിയ എന്നും. ഒരു സെന്റൻസ് വരുമ്പോൾ അതിൽ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ കർത്ത എന്ന് പറയുന്നു, ചെയ്യുന്ന കാര്യത്തെ നമ്മൾ ക്രിയ എന്ന് പറയുന്നു. ഇനി ആ ക്രിയ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ക്രിയയുടെ റിസൾട്ട് എന്തിലാണോ സംഭവിക്കുന്നത്, അതിനെ നമ്മൾ കർമ്മ എന്ന് പറയുന്നു. അതായത് ഞാൻ ഉറങ്ങി, ഇവിടെ ഞാൻ എന്ന് പറയുന്നത് കർത്തായും ചെയ്യുന്ന കാര്യം ഉറങ്ങി എന്നുമാണ്. ഇനി ഞാൻ എന്തുറങ്ങി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ല എങ്കിൽ അവിടെ കർമ്മില്ല എന്നാണ് അർത്ഥം. അങ്ങനെ കർമ്മം ഇല്ലാത്ത സെന്റൻസിനെ അകർമ്മ ക്രിയ എന്ന് പറയുന്നു. ഇനി ഞാൻ പാട്ട് പാടി, ഞാൻ കർത്താവ്, പാട്ട് പാടുക, അല്ലെ, പാടുക എന്നുള്ളത് ക്രിയ. ഇനി എന്ത് പാടി എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം പാട്ട് എന്നാണ്. അപ്പോ ഉത്തരമുണ്ടെങ്കിൽ അത് കർമ്മമുണ്ട് എന്നാണ് അർത്ഥം. ഉത്തരമാണ് അവിടെ കർമ്മം. അപ്പോ ഉത്തരമുള്ള സെന്റൻസിനെ നമ്മൾ സകർമ്മ ക്രിയ എന്ന് പറയും. അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മേനെ പാനി പിയ, മേനെ പാനി പിയ. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, പിയ എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, കുടിച്ചു. മേനെ പാനി പിയ, ഞാൻ വെള്ളം കുടിച്ചു. ഇത് സകർമ്മ ക്രിയയാണ്. ഓക്കെ, കുടിക്കുക, എന്ത് കുടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമുണ്ടെങ്കിൽ അത് സകർമ്മ ക്രിയ. ഇനി വോ ദൗഡ, വ ദോഡ എന്ന് പറയുമ്പോൾ വ മീൻസ് അവൻ, ദൗഡ എന്ന് പറയുന്നത് ദൗഡന, ഓടുക എന്നുള്ള ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ആണ്, ദൗഡ. ഓക്കെ, ഇതില് എന്ത് ഓടി എന്നൊരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ ഉത്തരവില്ല. അവൻ എന്ത് ഓടി എന്ന് പറയുമ്പോൾ അവിടെ അവൻ എന്ത്, അവിടെ ഉത്തരവില്ലാത്തത് കൊണ്ട് ഇത് അകർമ്മകാണ്, അവിടെ കർമ്മ ഇല്ല. അപ്പോ ഇങ്ങനെ രണ്ട് തരത്തില് വരുമ്പോ പാസ്റ്റ് ടെൻസിലാക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഇന്നലെ നമ്മൾ പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും പഠിച്ചപ്പോ അതിൽ പറഞ്ഞത് സെന്റൻസ് നിർമ്മിക്കുമ്പോൾ ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത് കർത്താവ്, അതായത് ചെയ്യുന്ന ആളുടെ ജെൻഡർ, അല്ലെങ്കിൽ അത് ഏകവചനാണോ ബഹുവചനമാണോ, ബഹുമാനം കൊടുക്കേണ്ടതാണോ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു. പക്ഷേ പാസ്റ്റ് ടെൻസിൽ ഇതിൽ നിന്നും വ്യത്യാസമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ അകർമ്മകാണ്, കർമ്മ ഇല്ലാത്ത സെന്റൻസ് ആണെങ്കിൽ അവിടെ ജെൻഡർ ബേസ് ചെയ്ത് നമുക്ക് ജെൻഡർ ഏകവചനാണോ ബഹുവചനമാണോ സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വ്യത്യാസം വരുത്താം. പക്ഷേ അതൊരു സകർമ്മക ക്രിയയാണെങ്കിൽ, അതായത് കർമ്മമുള്ള ഒരു ക്രിയയാണെങ്കിൽ അവിടെ കർമ്മ സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വ്യത്യാസം വരുന്നത്. ഇപ്പൊ പറഞ്ഞത് മനസ്സിലാകാൻ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ദൗഡന, ഓടുക, റൺ. ദൗഡന എന്നുള്ള ഒരു വെർബ് എടുത്ത് അത് നമുക്ക് എല്ലാ സർവനാമിന്റെ കൂടെയും പ്രയോഗിച്ച് നോക്കാം. അപ്പൊ പാസ്റ്റ് ടെൻസില് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത് നോക്കാം. ഞാൻ ഓടി, ഞാൻ ഓടി. ഞാൻ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മേ. ഈ മേം എന്ന വാക്ക്, അതായത് ചെയ്യുന്ന ആള് കർത്താവ്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. കാരണം ഇതൊരു അകർമ്മ ക്രിയയാണ്. ഞാൻ ഓടി, ഞാൻ എന്ത് ഓടി എന്ന് ചോദിക്കുമ്പോൾ അവിടെ കർമ്മില്ല, ഉത്തരമില്ലാത്തത് കൊണ്ട് ഇതൊരു അകർമ്മ ക്രിയയാണ്. അപ്പോ ഞാൻ എന്നുള്ള വാക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. മേ എന്ന് പറയുന്നത് മെയിൽ ആണെങ്കിൽ, ആൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ മേ ദൗഡ, ഐ റാൻ. മേം എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, പെൺകുട്ടിയാണെങ്കിൽ മേ ദൗഡി, ഐ റാൻ. ഇനി നീ ഓടി, നീ എന്ന് പറയുന്നത് തികച്ചും ഇൻഫോർമൽ ആണ്. അപ്പോ നീ എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് സ്ത്രീയാണോ പുരുഷനാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നു. തൂ ദൗഡ, തൂ എന്ന് പറയുന്നത് മെയിൽ ആണെങ്കിൽ തൂ ദൗഡ, തൂ എന്ന് പറയുന്നത് ഫീമെയിൽ ആണെങ്കിൽ തൂ ദൗഡി. അടുത്ത നോക്കാം. നിങ്ങൾ ഓടി, നിങ്ങൾ ഓടി. നിങ്ങൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, ഒന്നിലധികം പേരെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ അത് ആൺകുട്ടികളുടെ കൂട്ടത്തെയാണ്. മെയിൽ ആണെങ്കിൽ തും ദൗഡേ, തും ദൗഡേ, യു റാൻ. ഇനി തും എന്ന് പറയുന്നത് പ്ലൂറലിനൊപ്പം
പെൺകുട്ടികളുടെ കൂട്ടത്തെയാണ്, ഫീമെയിലിനെ ആണെങ്കിൽ തും ദൗഡി, അവിടെ മുകളിൽ കുത്ത് വരും, തും ദൗഡി. അടുത്തത് അവൻ ഓടി. അവൻ എന്ന് പറയുന്നത് എന്താണ്? ആൺകുട്ടിയാണ്, മെയിൽ ആണ്, അതുകൂടാതെ സിംഗുലർ ആണ്, ഒരെണ്ണമേ ഉള്ളൂ. അപ്പോ വ ദൗഡ. ഓക്കെ, അവൻ ഓടി, വോ ദൗഡ, ഹി റാൻ. ഇനി അവൾ ഓടി എന്നാവുമ്പോ അത് സിംഗുലർ തന്നെയാണ്, പക്ഷെ ഫീമെയിൽ ആണ്, അല്ലെ, സ്ത്രീലിംഗാണ്. അപ്പോ വോ ദൗഡി, ഇവിടെ കുത്തില്ല, സിംഗുലർ ആയതുകൊണ്ടാണ് കുത്തില്ലാത്തത്. പ്ലൂറൽ ആകുമ്പോ, ബഹുവചനത്തിലേക്ക് ആവുമ്പോ മുകളിൽ കുത്ത് വരും. അടുത്തത് ഞങ്ങൾ ഓടി. ഞങ്ങൾ ഓടി. ഞങ്ങൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, ഒന്നിലധികം പേരെ സൂചിപ്പിക്കുന്നു. ഇനി അത് പുല്ലിംഗാണ്, മെയിൽ ആണെങ്കിൽ ഹം ദൗഡേ, വി റാൻ. ഇനി സ്ത്രീലിംഗാണെങ്കിൽ ഹം ദൗഡീം, കുത്തുണ്ട് മോളില്, ഹം ദൗഡീം, വി റാൻ. അവർ ഓടി. അവർ എന്ന് പറയുന്നത് ദൂരെയുള്ള കുറച്ചു പേരെ കാണിച്ചിട്ടാണ്, പ്ലൂറൽ ആണ്. അതുപോലെ വേ എന്നുള്ളത് മെയിൽ ആണെങ്കിൽ വേ ദൗഡേ, വേ ദൗഡേ, ദേ റാൻ. ഇനി വേ എന്നുള്ളത് ഫീമെയിൽ ആണ്, സ്ത്രീലിംഗാണെങ്കിൽ വേ ദൗഡീം, വേ ദൗഡീം. അടുത്ത നോക്കാം, താങ്കൾ ഓടി. താങ്കൾ എന്ന് പറയുന്നത് തികച്ചും ഫോമൽ ആണ്. ഇനി താങ്കൾ എന്നുള്ളത് മെയിൽ ആണെങ്കിൽ ആപ് ദൗഡേ, ആപ് ദൗഡേ, ഐ റാൻ. ഇനി താങ്കൾ എന്നുള്ള സ്ത്രീലിംഗാണെങ്കിൽ ആപ് ദൗഡി, കുത്തുണ്ട്, ആപ് ദൗഡി, ഐ റാൻ. ഇനി നമുക്ക് സകർമ്മ ക്രിയ വരുന്ന സെന്റൻസിൽ എന്താണ് പാസ്റ്റ് ടെൻസിൽ വ്യത്യാസം വരുന്നത് നോക്കാം. ഞാൻ വെള്ളം കുടിച്ചു. ഞാൻ വെള്ളം കുടിച്ചു. ഞാൻ എന്ത് കുടിച്ചു? വെള്ളം. അപ്പൊ ഉത്തരമുണ്ട്. അപ്പൊ ഉത്തരം എന്താണ്? കർമ്മാണ്. അപ്പൊ കർമ്മുള്ള ക്രിയയാണിത്. അപ്പൊ ഇതിനെ സകർമ്മ ക്രിയ എന്ന് പറയുന്നു. അപ്പൊ സകർമ്മ ക്രിയ വരുന്ന ഒരു സെന്റൻസിൽ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുമ്പോൾ അവിടെ കർമ്മിനെ ഡിപ്പെൻഡ് ചെയ്താണ്, അതായത് കർമ്മിന്റെ ജെൻഡർ എന്താണ്, അത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പാനി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വെള്ളം, ഇംഗ്ലീഷിൽ വാട്ടർ. പാനി ഒരു പുല്ലിംഗ ശബ്ദമാണ്. ഓക്കെ, ഇനി ഈ ഒരു സെന്റൻസിൽ ഞാൻ വെള്ളം കുടിച്ചു എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ വെള്ളം എന്ന വാക്കിന്റെ ജെൻഡറിനെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എൻഡിങ്ങിൽ വ്യത്യാസം വരുന്നത്. ഇവിടെ നോക്കാം, ഞാൻ വെള്ളം കുടിച്ചു എന്ന് മെയില്, അതായത് ഒരു ആൺകുട്ടി പറയുകയാണെങ്കിൽ മേനെ പാനി പിയ. കുടിക്കുക എന്നുള്ളതിന് ഹിന്ദിയിൽ പീന എന്നാണ്. കുടിക്കുക, പീന. ഇനി അത് പുല്ലിംഗിലാവുമ്പോ പിയ എന്നാവുന്നു. സ്ത്രീലിംഗാണെങ്കിൽ പി എന്നാണ് വരേണ്ടത്. ഓക്കെ, പിയ അല്ലെങ്കിൽ പി. ഇവിടെ പാനി എന്നുള്ളത് പുല്ലിംഗായതുകൊണ്ട് മേനെ പാനി പിയ. അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, ആൺകുട്ടി പറഞ്ഞാലും പെൺകുട്ടി പറഞ്ഞാലും മേനെ പാനി പിയ എന്നാണ് വരേണ്ടത്. ഐ ഡ്രാങ്ക് വാട്ടർ. ഞാൻ വെള്ളം കുടിച്ചു. മേനെ പാനി പിയ, ഐ ഡ്രാങ്ക് വാട്ടർ. അടുത്ത നോക്കാം, നീ വെള്ളം കുടിച്ചു. നീ വെള്ളം കുടിച്ചു. ഇനി ഇവിടെ നീ എന്ന് പറയുന്നത് സ്ത്രീലിംഗാണെങ്കിലും പുല്ലിംഗാണെങ്കിലും ഒരുപോലെയാണ് വരുന്നത്. കാരണം പാനീനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ ക്രിയയ്ക്ക് വ്യത്യാസം വരുന്നത്. അപ്പോ തൂനെ പാനി പിയ, മെയിലാണ് പറയുന്നതെങ്കിലും ഫീമെയിൽ ആണ് പറയുന്നതെങ്കിലും തൂനെ പാനി പിയ, നീ വെള്ളം കുടിച്ചു. യു ഡ്രാങ്ക് വാട്ടർ. അടുത്തത് നിങ്ങൾ വെള്ളം കുടിച്ചു. ഇവിടെ അതുപോലെ തന്നെയാണ്. തും എന്ന് പറയുന്നത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല, പാനീനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതുകൊണ്ട് സ്ത്രീലിംഗാണെങ്കിലും പുല്ലിംഗാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. തുമ്നെ പാനി പിയ, യു ഡ്രാങ്ക് വാട്ടർ. ഇനി അവൻ വെള്ളം കുടിച്ചു. അവൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അവൻ എന്നുള്ള വാക്കിന് ഹിന്ദിയിൽ വോ എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ ഇത് ചെയ്തു എന്നാണ്. പാസ്റ്റ് ടെൻസിലാവുമ്പോൾ അതിൻ്റെ കൂടെ നേ ചേരുന്നു. ഓക്കെ, അപ്പോൾ വ പ്ലസ് നേ വരുമ്പോൾ അവൻ ചെയ്തു എന്നാണെങ്കിൽ ഉസ്നെ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അവൻ വെള്ളം കുടിച്ചു, ഉസ്നെ പാനി പിയ. ഇനി അത് അവൾ എന്നായാലും സെയിം അതുപോലെ തന്നെയാണ്. കാരണം ഒരു വ്യത്യാസം വരില്ല, പാനീനെ ഡിപ്പെൻഡ് ചെയ്തായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അവൻ വെള്ളം കുടിച്ചു അല്ലെങ്കിൽ അവൾ വെള്ളം കുടിച്ചു എന്നുള്ളതിന് ഉസ്നെ പാനി പിയ. ഉസ്നെ പാനി പിയ, ഹീ ഡ്രാങ്ക് വാട്ടർ. അവൻ വെള്ളം കുടിച്ചു. ഉസ്നെ പാനി പിയ, ഷീ ഡ്രാങ്ക് വാട്ടർ. അവൾ വെള്ളം കുടിച്ചു. അടുത്ത നോക്കാം, ഞങ്ങൾ വെള്ളം കുടിച്ചു. ഞങ്ങൾ എന്നുള്ളതിന് ഹം ആണ്, അതിൻ്റെ കൂടെ നേ ചേർക്കണം. ഇനി ബാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാനി എന്നുള്ളത് പുല്ലിംഗ് ആയതുകൊണ്ട് എന്തെങ്കിലും ക്രിയ പിയ എന്നാണ് വരേണ്ടത്. ഹംനെ പാനി പിയ, വി ഡ്രാങ്ക് വാട്ടർ.
മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഹംനെ പാനി പിയ, വി ഡ്രാങ്ക് വാട്ടർ. അടുത്തത് അവർ വെള്ളം കുടിച്ചു, അവർ. ഓക്കെ, അവിടെ അവർ എന്നുള്ളതിന് ഹിന്ദിയിൽ നമ്മൾ പറയാറുള്ളത് വേ എന്നാണ് അല്ലെ. അപ്പൊ വേയുടെ കൂടെ നേ ചേർക്കുമ്പോ ഉനോനെ. ഓക്കെ, അവർ വെള്ളം കുടിച്ചു, ഉനോനെ പാനി പിയ. അവർ വെള്ളം കുടിച്ചു, ഉനോനെ പാനി പിയ. ദേ ഡ്രാങ്ക് വാട്ടർ. അടുത്തത് താങ്കൾ വെള്ളം കുടിച്ചു. താങ്കൾ എന്നുള്ളത് ഫോമൽ ആണ്. താങ്കൾ എന്നുള്ളതിന് ഹിന്ദിയിൽ ആപ്പ് എന്നാണ്. ഇനി പാസ്റ്റ് ടെൻസിലാക്കുമ്പോൾ നമ്മൾ നേ ചേർക്കുമ്പോൾ ആപ്നെ പാനി പിയ. അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ആപ്നെ പാനി പിയ, യു ഡ്രാങ്ക് വാട്ടർ എന്നാണ് പറയേണ്ടത്. ഇനി കുറച്ച് ഉദാഹരണം നോക്കാം. ഞാൻ പുസ്തകം വായിച്ചു. പുസ്തകം എന്നുള്ളതിന് കിതാബ്. ഇനി വായിക്കുക എന്നുള്ളതിന് പഠന. ഇനി പുസ്തകം എന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ്. അപ്പൊ ക്രിയയ്ക്ക് വരുന്ന വ്യത്യാസം നോക്കാം. മേനെ കിതാബ് പടി, ഒരാൺകുട്ടി പറയുകയാണെങ്കിൽ മേനെ കിതാബ് പടി. അവിടെ കിതാബ് എന്നുള്ള വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് എൻഡിങ്ങിൽ പടി എന്ന് വന്നത്. അതുപോലെ അത് ഫീമെയിൽ ആണ് പറയുന്നതെങ്കിലും സെയിം തന്നെയാണ്. മേനെ കിതാബ് പടി. ഞാൻ പുസ്തകം വായിച്ചു, മേനെ കിതാബ് പടി, ഐ റെഡ് ബുക്ക്. അടുത്തത് നീ പുസ്തകം വായിച്ചു, തൂനെ പുസ്തക് പടി. മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും തൂനെ പുസ്തക് പടി, യു റെഡ് ബുക്ക്. നിങ്ങൾ പുസ്തകം വായിച്ചു, തുമ്നെ കിതാബ് പടി, തുമ്നെ കിതാബ് പടി, യു റെഡ് ബുക്ക്. അടുത്തത് അവൻ പുസ്തകം വായിച്ചു. ഓക്കെ, ഇവിടെ അവൻ എന്നുള്ളത് വഹിന്റെ കൂടെ നേ ചേർക്കണം. അപ്പൊ ഉസ്നെ. ഇത് അവൾ എന്നായാലും സെയിം തന്നെയാണ്. ഉസ്നെ കിതാബ് പടി, ഹി റെഡ് ബുക്ക്. അതുപോലെ ഷീ റെഡ് ബുക്ക്. ഞങ്ങൾ പുസ്തകം വായിച്ചു. ഞങ്ങൾ എന്നുള്ളതിന് ഹം ആണ്. ഹമ്മിന്റെ കൂടെ നേ ചേർക്കുക. സ്ത്രീലിംഗായാലും പുല്ലിംഗായാലും ഒരുപോലെ തന്നെ. വി റെഡ് ബുക്ക്, ഹംനെ കിതാബ് പടി. ഞങ്ങൾ പുസ്തകം വായിച്ചു. അതുപോലെ അവർ പുസ്തകം വായിച്ചു. അവർ എന്നുള്ളതിന് വേ ആണ്. വേയുടെ കൂടെ നേ ചേരുമ്പോ ഉനോനെ. ഉനോനെ കിതാബ് പടി. സ്ത്രീലിംഗായാലും പുല്ലിംഗായാലും ഒരുപോലെ തന്നെ. ഉനോനെ കിതാബ് പടി, ദേ റെഡ് ബുക്ക്. ഞാൻ കത്തെഴുതി. ഓക്കെ, അതിനെ നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ പറയാം നോക്കാം. എഴുതുക എന്നുള്ളതിന് ഹിന്ദിയിൽ ലിഖ്ന, എഴുതുക. ഇനി ലിഖ്ന എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ലിഖ എന്നാണ്, ലിഖ. ഇനി കത്തെഴുതി എന്നാണ് പറയുന്നത്. അപ്പൊ കത്ത് എന്നുള്ളതിന്റെ ഹിന്ദി വാക്ക് പത്ര. ഈ പത്ര എന്നുള്ള വാക്ക് പുല്ലിംഗാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എൻഡിങ്ങില് വെർബ് എങ്ങനെ വരണം? പുല്ലിംഗി തന്നെ വരണം, ലിഖ. അതുകൊണ്ടാണ് മേനെ പത്ര ലിഖ, ഐ റോട്ട് ലെറ്റർ എന്ന് വരുന്നത്. അടുത്തത് ഉസ്നെ ഗായ് ഖരീദി. ഉസ്നെ ഗായ് ഖരീദി. ഇനി ഉസ്നെ എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? വഹിന്റെ കൂടെ നേ ചേർന്നപ്പോ ഉസ്നെ. ഇനി ഗായ് എന്നുള്ള വാക്കിന്റെ മീനിങ് പശു എന്നാണ്, കൗ. ഗായ് എന്നുള്ളത് സ്ത്രീലിംഗാണ്. അതുകൊണ്ട് എൻഡിങ്ങില് ഖരീദി. ഖരീദന മീൻസ് വാങ്ങുക, ബൈ. ഓക്കെ, അപ്പൊ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഖരീദി. ഗായ് എന്നുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഖരീദി എന്ന് വന്നത്. ഉസ്നെ ഗായ് ഖരീദി, ഹി ബോട്ട് എ കൗ. അവൻ ഒരു പശുവിനെ വാങ്ങി. അടുത്ത നോക്കാം. ജാന ഗോ, പോകുക. ജാന ഗോ, പോകുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗയ, പോയി. ഹി വെന്റ് ടു ആഗ്ര. അവൻ ആഗ്രയിൽ പോയി. ഇതെങ്ങനെയായിരിക്കും ഹിന്ദിയിൽ വരുന്നത്? അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പോൾ ഇന്ന് പഠിച്ച പാസ്റ്റ് ടെൻസിന്റെ ഫോം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.